കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്കേറ്റു. 7 പേരെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെയാണ് ആനകൾ ഇടഞ്ഞോടിയത്. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന ഒപ്പം നിർത്തിയ മറ്റൊരു ആനയെ കുത്തിയതോടെ 2 ആനകളും ഓടി. ഇതോടെ ഉത്സവം കാണാനെത്തിയ ആളുകളും ചിതറിയോടി. ദേവസ്വം ഓഫീസിന് സമീപം കസേരയിലിരിക്കുകയായിരുന്ന ലീലയും അമ്മുക്കുട്ടിയും ഓഫീസിന്റെ അവശിഷ്ടങ്ങൾ തലയിൽ വീണാണ് മരിച്ചതെന്നാണ് സൂചന. വടക്കേൽ രാജനും കെട്ടിടാവശിഷ്ടങ്ങൾ വീണാണ് ഗുരുതര പരിക്കേറ്റത്. പിന്നീട് ആശുപത്രിയിൽ വെച്ച് രാജനും മരിച്ചു. എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പടക്കം പൊട്ടിച്ചതാണ് ആനകളെ പരിഭ്രാന്തരാക്കിയത്. തിക്കിലും തിരക്കിലും വീണ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണ്. പ്രാണരക്ഷത്തോടി ആന ബലി പിടിച്ച കാരണം വെച്ചാൽ അമ്പലത്തിന്റെ പുറകുന്ന അതിന്റെ ഒരു കുളത്തിന്റെ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് 2 ആനേനെ കെട്ടിയത്. ആ ഭാഗത്ത് നിന്ന് വെടിക്കെട്ട് നടത്തിയപ്പോൾ ആന ഇടഞ്ഞോടിയതാ. ആന അത് പേടിച്ചോടിയതാ. ആന ഇടഞ്ഞെന്ന് നമുക്ക് ഒരിക്കലും ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ഗുരുതരമായി പരിക്കേറ്റ 7 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന് റൂറൽ SP KE ബൈജു പറഞ്ഞു. ആന തമ്മിൽ ഇടഞ്ഞു, ഒരാനെ ഉപദ്രവിച്ചു. അപ്പോൾ ആന ഓടിക്കേറിയ ബിൽഡിങ്ങിൽ താഴത്തുള്ള ആളുകൾക്ക് പരിക്ക് പറ്റുന്നുള്ള പതക മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ആന ഉപദ്രവിച്ചതാണെന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ പറ്റുള്ളൂ. ജില്ലാ കളക്ടറോടും ഉത്തരമേഖല CCF-നോടും സംഭവത്തെക്കുറിച്ച് വനമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് തെളിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.